അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കരിമീൻ എന്ന് പറഞ്ഞ മീനിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ എത്തിയെന്ന് ജസ്റ്റ് ഒന്ന് മീനിനെ അറിയിക്കണത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മീൻ ഐഡൻറ്റിഫൈ ചെയ്യും നമ്മൾ ഇവിടെ എത്തി എന്നുള്ളത്. പിന്നെ നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്താൽ മതി. മൈദയും മഞ്ഞപ്പൊടിയും വെള്ളത്തിലിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി പോലെ ആക്കി കണ്ടില്ലേ, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. കണ്ട ഇത്തിരി വലിയ കരിമീനായില്ലേ ഇപ്പം. ആക്ച്വൽ മീൻ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പതിയെ മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ നമുക്കൊരു വേറൊരു വെറൈറ്റി മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് പൂളാൻ എന്നാണ്. ഭയങ്കര ഗുണമുള്ള മീനാണ്. നമ്മുടെ ഇന്റേണൽ ബ്രീഡിങ്സ് അതൊക്കെ ഇല്ലേ, ഓട്ടോമാറ്റിക്കലി ഇത് ഹീൽ ചെയ്യും. ഇതിന്റെ കളേഴ്സ് കണ്ട, സൺലൈറ്റ് വരുമ്പോൾ അതിന്റെ ഗ്രെയിൻസ് കണ്ടുള്ള അതിന്റെ മുഖത്തൊക്കെ നോക്കിയേ, കണ്ണ്, മുഖം എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമ്മ ആരും ഈ ഒരു ഇതിൽ കാണുന്നില്ല. എല്ലാവരും കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് ഫുൾ ഇതായി കഴിയുമ്പോൾ ഇതിന് ഒരു ഭംഗി ഉണ്ടാവില്ലാണ്. ഓ, ഇത് അടുത്ത വെറൈറ്റി. ഇതാണ് കാറ്റ് ഫിഷ്. ഇതിൻ്റെ അകത്ത് ഒരുമാതിരി എല്ലാ ടൈപ്പ് മീനും ഉണ്ട് കേട്ടോ. ഇവൻ ഭയങ്കരമായിട്ട് കുത്തും, ഭയങ്കര പെയിനാണ് ഇതിൻ്റെ കുത്തുകൊണ്ട് കഴിഞ്ഞാൽ. ഈ രണ്ട് മുള്ളും ഈ ലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് വേണം ഈ ഹുക്ക് ഊരാൻ. ഈ മുള്ളിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ വൺ സൈഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ഇറങ്ങില്ല. ഇത് ചൂണ്ടിടാൻ അറിയാവുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് വെറുതെ ഹുക്ക് മാത്രം മതി. വരുന്ന എല്ലാവരും എക്സ്പേർട്സ് ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു ഫ്ലോട്ട് കൊടുക്കും എക്സ്ട്രാ. ഈ ഫ്ലോട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റോപ്പ് ചെയ്യാം. ഈ റോഡിൻ്റെ ലെങ്ത്തിനേലും ഒരു ഇത്തിരി കൂടി വെക്കും. അവിടെ നമ്മൾ ഒരു ഹുക്ക് കെട്ടും. ഇതിൽ ഇനി വെയിറ്റ് ഇടുക, മീനിനെ പിടിക്കുക, അത്രയുള്ള സംഭവം.